സത്യം പറഞ്ഞാൽ ശരിയാണല്ലേ. യാത്രകൾ എപ്പോഴും ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നത് പ്രത്യക്ഷമോ അപ്രത്യക്ഷമായ ഏതെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളായിരിക്കും അല്ലേ. അതായത് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലും ചിലപ്പോൾ അത് അവസാനിക്കുന്ന മറ്റൊരു ലക്ഷ്യത്തിലും ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ. ചിലരൊക്കെ അത് ഓഫീസ് റൂമുകളിലെ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ, ചിലർ ക്ലാസ് റൂമുകളിൽ, ചിലർ അവർ ഇഷ്ടപ്പെട്ട സ്ഥലത്തിൽ എത്തിച്ചേരുന്നതിൽ, ചിലരാണെങ്കിൽ അവരുടെ പ്രണയ സാക്ഷാത്കാരം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക്. അങ്ങനെ എന്തെല്ലാം അല്ലേ. എൻ്റെ കയ്യിൽ ഈ ഒരു ബുക്ക് കിട്ടി, അതായത് ജാനേമൻ. ആ ഒരു ബുക്ക് കിട്ടിയപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എങ്ങനെയല്ല ഈ ബുക്കൊന്ന് വായിച്ച് തീർക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ. വിഷ്ണു പി.കെ എന്ന മാന്ത്രികൻ്റെ തൂലികയിൽ മുട്ടിട്ട ഈ വരികൾക്ക് എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതി എന്നിലേക്ക് പകരാൻ കഴിഞ്ഞെന്നുള്ള സത്യമാണ് കേട്ടോ. ഇതിൽ ചില വരികൾ എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. ഒന്ന് നോക്ക്, എപ്പോഴും ഭൂമിയിലേക്ക് മാത്രം നോക്കി നടക്കുന്നവരെങ്ങനെയാണ് മുകളിലെ ആകാശം കാണുക? എന്താ അല്ലേ. കായംകുളം എന്ന കൊച്ചു സ്ഥലത്തു നിന്നും എറണാകുളം എന്ന വലിയ നഗരത്തിലേക്ക് ആദ്യമായി ഒറ്റയ്ക്ക് തീവണ്ടി കയറുമ്പോൾ എൻ്റെ കൂടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നെ ഒരുപാട് സ്വാധീനിച്ച, എന്നെ ഞാനാക്കി മാറ്റിയ ഒരു ബുക്കായിരുന്നു അത്. സത്യം പറഞ്ഞാൽ വായന എന്ന് പറയുന്നത് നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുന്നത് വളരെ സത്യമാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ ലക്ഷ്യം ചെന്ന് അവസാനിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ്, എൻ്റെ വീടെന്ന ലക്ഷ്യത്തിലേക്ക്. ഇന്നിനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? കമൻറ്റ് ചെയ്യണേ.